അടിപൊളി പടം. ഇതിൽ നമുക്ക് ദൃശ്യം 3 കാണാൻ എനിക്കൊന്ന് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ ഇനി കാണാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ദൃശ്യം 3 പോലെ ഒരു കഥയാണ് ഇത് പറഞ്ഞേക്കുന്നത്. സാധാരണക്കാരൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന സംഭവം, ഉദ്യോഗസ്ഥ ലോബി നമ്മുടെ മുകളിലേക്ക് അടിച്ചു ഏൽപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സിനിമയിലൂടെ അവതരിപ്പിക്കാൻ ഈ റൈറ്റർക്ക് കഴിഞ്ഞു. അത് ഡയറക്റ്റ് ചെയ്യാൻ തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടറിന് കഴിഞ്ഞു. ഇതിന്റെ BGM ഒരു രക്ഷയില്ല, നമുക്ക് ഒരു ഇറിറ്റേഷനും ഇല്ല, ഒരു ലാഗും ഇല്ല. ഫുൾ എന്റർടൈൻമെന്റ് ആയിട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞു, ലാസ്റ്റ് നമുക്ക് ക്ലൈമാക്സും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. അടിപൊളി പടമാണ്. തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ എന്താണോ പറഞ്ഞത് അത് ഗ്യാരണ്ടി ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടന്റെ സ്റ്റണ്ട് ഒരു രക്ഷയില്ല. ഇങ്ങനെ സിമ്പിളായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഇങ്ങനെ എത്ര പവർഫുൾ ക്യാരക്ടർ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിന്റെ ബോഡിയൊക്കെ എന്ന് പറഞ്ഞാൽ പറയുന്ന രീതിയിലേക്ക് ആ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിശയമാണ്. ഒരു ആക്ടർ എന്താണോ പഠിക്കേണ്ടത് അത് ലാലേട്ടന്റെ അഭിനയം കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാൻ പറ്റും. അത്ര നല്ല സിമ്പിളായിട്ട് ചെയ്തേക്കാണ്. അടിപൊളി സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ഈ അടുത്തുള്ള സിനിമ ഇറങ്ങിയതിൽ ഏറ്റവും നല്ല സിനിമ തുടരും മൂവി തന്നെയാണ്. നിങ്ങൾക്ക് കുടുംബ പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് സിനിമ കാണാന്നുള്ളത് ഉറപ്പാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്, ഗംഭീരമായിട്ടൊരു പടം. എനിക്ക് കഥ അറിയാത്തിരുന്നാലും എനിക്ക് കഥ അറിഞ്ഞിട്ടുകൂടി ഞാൻ ഈ പടം കണ്ടപ്പോൾ എന്താ നല്ലൊരു ഫീലാണ്. എനിക്ക് ഒരുപാട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഇതില്ല. ഐ എം വെരി ഹാപ്പി. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി. ആൻഡ് ഗംഭീരമായിട്ടുണ്ട്. ലാലേട്ടൻ ഫാനാണ്, അപ്പൊ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. ലാലേട്ടന്റെ തിരിച്ചുവരവാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. തിരിച്ചുവരാള ലാലേട്ടൻ ഉറപ്പായിട്ടും. ഇത് ലാലേട്ടന് നമ്മൾ എപ്പോഴും പണ്ട് മുതലേ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് സിനിമയില്. ലാലേട്ടൻ ഫാനാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയല്ലോ എന്തൊക്കെയായിരിക്കും നമ്മളൊരു ആക്ടറിന് ഇഷ്ടമുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ശോഭന മാമും ആണെങ്കിലും ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട് അവരുടെ കെമിസ്ട്രി ആണെങ്കിലും. സിനിമ ഒരു ഫാമിലി എന്റർടൈനർ എന്ന് പറഞ്ഞാണ് കാണാൻ വന്നത്. പക്ഷെ ഭയങ്കര സസ്പെൻസും ആക്ഷനും പിന്നെ ത്രില്ലും ഒക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു. ആദ്യം നമ്മൾ ലാലേട്ടൻ ശോഭന മാമിന്റെ ഒരു കോമ്പിനേഷനൊക്കെ കാണും. വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ ഒരു ഫാമിലി ഹാപ്പി ആയിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇന്റർവെൽ ആയപ്പോഴത്തേക്കും ടെൻഷനായി. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഫുൾ സസ്പെൻസും ത്രില്ലും പിന്നെ അസലായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചില്ല തരുൺ മൂർത്തി സാറിന്റെ സിനിമ ഇങ്ങനെ. പുള്ളിയുടെ അവരുടെ ഒരു മാർക്കറ്റിംഗിലും നമ്മൾ അങ്ങനെയൊന്നും കണ്ടില്ല. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫാമിലി എന്റർടൈനർ എന്ന് പറയാണ്. പക്ഷേ ഒരുപാട് ഡ്രാമ ഉണ്ട്, സസ്പെൻസും ഒക്കെ ഉണ്ട്. അപ്പം തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു മോഹൻലാലിന്റെ പല ഭാവങ്ങളും ആ ഒരു രീതി. നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു ഭ്രമരം ടച്ച് തോന്നിയിട്ടാ പടത്തിൽ ഉള്ള പറയുന്നുണ്ട്. ഒരു ഭ്രമരം ടച്ച് തോന്നുന്നുണ്ടെങ്കിലും തരുൺമൂർത്തിയുടെ രീതിയിൽ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പടം. കൊള്ളാം. ഒരു വൺ ടൈം തിയേറ്റർ വാച്ച്, മസ്റ്റ് വാച്ച് പടം. ഫാമിലിക്ക് ഇഷ്ടപ്പെടും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് ഒരു ആ ലെവലിലുള്ള ഒരു മൂവിയാണത്. കൂടുതലും ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൂവിയാണ്. കൊള്ളാം, നല്ല പടമാണ്.